ഹായ്, എൻ്റെ പേര് ഡാനിയൽ. ഉബുണ്ടു ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഉബുണ്ടു എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. ഉബുണ്ടു അല്ലെങ്കിൽ ലൈവ് USB കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിച്ചതിന് ശേഷം ബൂട്ട് ചെയ്യുക. ബൂട്ടിംഗ് സ്ക്രീനാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളിവിടെ ബൂട്ട് ചെയ്യുന്നത് ഉബുണ്ടു 14.04 ആണ്, ഏറ്റവും പുതിയ വെർഷൻ. ഉബുണ്ടു ബൂട്ട് ചെയ്തു. ഇപ്പോൾ കാണുന്നതാണ് ഡെസ്ക്ടോപ്പ്. ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമായ ലാംഗ്വേജ് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഞാൻ ഇംഗ്ലീഷ് ഇപ്പോൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന് ട്രൈ ഉബുണ്ടു, രണ്ടാമത്തേത് ഇൻസ്റ്റാൾ ഉബുണ്ടു. ട്രൈ ഉബുണ്ടു ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ യാതൊരു മാറ്റവും വരുത്താതെ തന്നെ ഉബുണ്ടു ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇൻസ്റ്റാൾ ഉബുണ്ടു എന്ന ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഉബുണ്ടു കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡ്രൈവിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നതാണ്. നമുക്കിപ്പോൾ ഉബുണ്ടു എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് നോക്കാം. ഇൻസ്റ്റാൾ ബട്ടൺ അമർത്തി കഴിയുമ്പോൾ ഇതുപോലുള്ള ഒരു വിൻഡോ വരും. അതിൽ നമ്മൾ ഇൻസ്റ്റാൾ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ എന്നത് എനേബിൾ ചെയ്യണം. ഇത് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് MP3 ഓഡിയോ അല്ലെങ്കിൽ അതുപോലുള്ള പ്രൊപ്രൈറ്ററി ഫോർമാറ്റുകൾ പ്ലേ ചെയ്യുന്നതിന് ആവശ്യമായ സോഫ്റ്റ്വെയർ അടങ്ങിയ റെപ്പോസിറ്ററി ഉബുണ്ടുവിലേക്ക് സേവ് ചെയ്യപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇത് സ്വന്തമായിട്ട് ചെയ്യേണ്ടി വരും. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ ടൈപ്പ് ചെയ്യുന്നു. കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ കുറച്ച് ഓപ്ഷനുകൾ കാണാം. ആദ്യത്തെ ഓപ്ഷൻ എറേസ് ഡിസ്ക് ആൻഡ് ഇൻസ്റ്റാൾ ഉബുണ്ടു എന്നതാണ്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൽ വേറെ യാതൊരുവിധ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഇല്ലാത്തതിനാൽ ഡിസ്ക് എറേസ് ചെയ്ത് ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യണമോ എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത്. വിൻഡോസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് ഇതോടൊപ്പം കാണിക്കുകയും അതിൻ്റെ പുറത്ത് ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യണമോ എന്നതായിരിക്കും ആദ്യത്തെ ഓപ്ഷൻ. താഴെയുള്ള ഓപ്ഷനുകളെല്ലാം അതുപോലെ തന്നെ ആയിരിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ വന്നിരിക്കുന്ന എൻക്രിപ്റ്റ് ദ ന്യൂ ഉബുണ്ടു ഇൻസ്റ്റലേഷൻ ഫോർ സെക്യൂരിറ്റി. ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യുന്ന പാർട്ടീഷൻ മുഴുവനായി തന്നെ ഒരു എൻക്രിപ്ഷൻ കീ ഉപയോഗിച്ച് സെക്യൂർ ചെയ്യുന്നതായിരിക്കും. കൂടുതൽ സെക്യൂരിറ്റി വേണ്ടി വരുന്ന സിസ്റ്റങ്ങളിൽ ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. പക്ഷേ കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനത്തിൻ്റെ കാര്യക്ഷമതയെ അത് ചെറുതായി ബാധിച്ചേക്കും. മൂന്നാമതായി വരുന്ന ഓപ്ഷനാണ് യൂസ് ലോജിക്കൽ വോളിയം മാനേജർ വിത്ത് ദ ന്യൂ ഉബുണ്ടു ഇൻസ്റ്റലേഷൻ. ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇത് ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ സെലക്ട് ചെയ്യുന്നത് സംതിങ് എൽസ് എന്നായിരിക്കും. നമ്മൾക്ക് സ്വന്തമായിട്ട് എങ്ങനെ വേണമെങ്കിലും പാർട്ടീഷൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇതിൽ ലഭ്യമാകുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ കാണുന്ന റേഡിയോ ബട്ടൺ എന്ന് പറയും. ഈ റേഡിയോ ബട്ടൺ സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഹാർഡ് ഡിസ്ക് ഇവിടെ ഡിവൈസ് DEV/SDA എന്ന സ്ഥലത്ത് ഹാർഡ് ഡിസ്ക് മൗണ്ട് ആയിട്ടുണ്ട്. ഈ ഹാർഡ് ഡിസ്ക് നമ്മൾ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കാം. ഒന്നിൽ കൂടുതൽ ഹാർഡ് ഡിസ്ക് ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കുന്നതാണ്. ആദ്യമായിട്ട് നമുക്ക് ഇവിടെ ഒരു പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യണം. അതിന് നമ്മൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് ഫസ്റ്റ് നമ്മൾ 3 പാർട്ടീഷൻ നമുക്ക് ഉണ്ടാക്കാം. ഫസ്റ്റ് പ്രൈമറി സെലക്ട് ചെയ്തതിന് ശേഷം സ്വാപ്പ് മെമ്മറി ഏരിയ ഒരു മെമ്മറിയുടെ ഇരട്ടി നമുക്ക് കൊടുക്കാം. അതായത് റാൻഡം ആക്സസ് മെമ്മറിയുടെ
ഇരട്ടി. അതായത് ഇപ്പോൾ ഈ സിസ്റ്റത്തിന് 4 GB 2 GB മെമ്മറി ഉണ്ടെങ്കിൽ 4 GB നമുക്ക് അതിനായി കൊടുക്കാം. ഹാർഡ് ഡിസ്കിന്റെ തുടക്കത്തിൽ വേണോ അവസാനത്തിൽ വേണോ എന്നാണ് നമുക്ക് ആദ്യത്തേത് കൊടുക്കാം. സ്വാപ്പ് ഏരിയ ഈ മെനുവിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഓക്കെ കൊടുക്കുക. ബാക്കി വരുന്ന സ്ഥലത്ത് നമ്മൾ ആവശ്യമായ രീതിയിൽ കൊടുക്കുക.